أعوذ بالله من الشيطان الرجيم. يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الحمد لله على كل حال ونعوذ بالله من حال أهل النار. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ സ്വന്തം നഫ്സിനേക്കാളും മറ്റാരേക്കാളും സ്നേഹിക്കേണ്ടത് നമ്മളൊക്കെ സൃഷ്ടിച്ച് ഉടമപ്പെടുത്തി പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. കഴിഞ്ഞ ഖുതുബയിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മദാരിജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം ലഭിക്കാൻ 10ഓളം കാര്യങ്ങളിൽ 5 കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കി. അതിലൊന്ന് ഖുർആൻ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളത്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് തഖർറുബു ഇലല്ലാഹി ബിൻ നവാഫിൽ ബഅദൽ ഫറായിദ്, നിർബന്ധ കാര്യങ്ങൾക്ക് ശേഷം അത് ചെയ്ത് സുന്നത്ത് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത്. മൂന്നാമതായി പഠിപ്പിച്ചത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവ എപ്പോഴും ദിക്ർ ചെല്ലുന്നവനായിരിക്കണം. അവൻ്റെ നാവ് കൊണ്ട്, അവൻ്റെ ഹൃദയം കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട് അവൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കണം. നാലാമത് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടത്തിന് അവൻ ജീവിതത്തിൽ മുൻഗണന നൽകണം. അഞ്ചാമത് പഠിപ്പിച്ചത് മുതാലഅത്തുൽ ഖൽബി ലി അസ്മാഇഹി വ സിഫാത്തിഹി, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ച് പഠിക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളത്. ഈ 5 കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ബാക്കി 5 കാര്യങ്ങൾ ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആറാമത് പഠിപ്പിക്കുന്നത് മുശാഹദതു ബിദ്ദിഹി വ ഇഹ്സാനിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന നന്മകൾ, ഒരു വിശ്വാസിക്ക് ധാരാളം നന്മകൾ തന്നിട്ടുണ്ട്, ആ നന്മകളെക്കുറിച്ച് ചിന്തിക്കുക. വനിഅമിഹി അൽ ബാത്തിനതി വദ്ദാഹിറ, ബാഹ്യമായതും ആന്തരികമായതുമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുക. ഖുർആനിൽ ഒരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നോക്കിയാൽ അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. മറ്റൊരു സ്ഥലത്ത് വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും റബ്ബിൽ നിന്ന് ലഭിച്ച അനുഗ്രഹമാണ്. നമ്മുടെ മുൻഗാമികൾ പറയാറുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എവിടെ നോക്കിയാലും റബ്ബിൻ്റെ അനുഗ്രഹമാണ്. നമുക്കറിയാം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ദീന് ലഭിക്കുക എന്നുള്ളത്. ഒരു വിശ്വാസി മുഅ്മിനായിക്കൊണ്ട് ജീവിക്കുക, മുഅ്മിനായിക്കൊണ്ട് മരിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമുക്കറിയാം, നമ്മളിവിടെ വന്നിരിക്കുന്നത് പോലും റബ്ബിൻ്റെ അനുഗ്രഹമാണ്. എത്രയോ ആളുകൾ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, പക്ഷേ പല രോഗങ്ങൾ കാരണത്താൽ ആശുപത്രികളിലും വീടിലുമായി കിടക്കുകയാണ്. എന്നാൽ ഈ ഒരു വെള്ളിയാഴ്ച, ആഴ്ചയിലെ പെരുന്നാൾ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളുടെ കൂടെ, മുഅ്മിനീങ്ങളുടെ കൂടെ ഒരുമിച്ചിരിക്കാനും അതിനുള്ള പ്രതിഫലം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാണ്. ഈ ഒരു അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ അതും റബ്ബിൻ്റെ അനുഗ്രഹമാണ്. നമ്മൾ കാണുന്നുണ്ട്, റബ്ബിൻ്റെ അനുഗ്രഹമാണ്. നമ്മൾ കേൾക്കുന്നുണ്ട്, റബ്ബിൻ്റെ അനുഗ്രഹമാണ്. നമ്മൾ ചിന്തിക്കുക, റബ്ബ് തന്ന കേൾവി കൊണ്ട്, കാഴ്ച കൊണ്ട് റബ്ബിനെ ധിക്കരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ചു. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നമ്മുടെ കാഴ്ച, നമ്മൾ കാണുന്ന ഓരോ കാര്യവും, നമ്മൾ കേൾക്കുന്ന എന്തൊക്കെയാണോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദ്യം ചെയ്യുമെന്ന് ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. ഇത്ര അനുഗ്രഹങ്ങളാണ്. മഴ പെയ്യുന്നുണ്ട്, മഴ റബ്ബിൻ്റെ അനുഗ്രഹമാണ്. നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്തുൽ മുൽക്ക്, അതിൻ്റെ അവസാനത്തെ ആയത്ത് റബ്ബ് ചോദിക്കുന്നു, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. മഴ നൽകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ പിടിച്ചു വെച്ചാൽ ആരാണ് ആ വെള്ളം നമുക്ക് കൊണ്ടുതരിക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. നമ്മൾ പുറത്തിറങ്ങി നോക്കിയാൽ ഒക്കെ അനുഗ്രഹമാണ്.
ആകാശം അനുഗ്രഹമാണ്. ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ മനുഷ്യന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചതാണ്. അതാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കുണ്ട്, തഫക്കുറു സാഅത്തിൻ ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ. രാത്രി ഒരു മണിക്കൂർ ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്നതാണ് ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ, ഒരു രാത്രി നമസ്കരിക്കുന്നതിനേക്കാൾ ഖൈർ എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കും. എന്നിട്ട് അദ്ദേഹം സൂറത്ത് ആലു ഇമ്രാനിൽ അവസാനത്തെ വചനങ്ങളും ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا. ഖുർആനിന്റെ പരിഭാഷ എടുത്തിട്ട് ആയത്തുകളുടെ അർത്ഥങ്ങളൊന്നും നോക്കാം. ഈ ആകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കും, എത്ര അനുഗ്രഹമാണ് അതുള്ളത്. അതാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, രാത്രി ഒരു മണിക്കൂർ റബ്ബിനെ കുറിച്ചിരുന്ന് ചിന്തിക്കുന്നതാണ് ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ, ഒരു രാത്രി നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ രാത്രി ആകാശവും അതിലുള്ള ഭംഗിയൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ റബ്ബിന്റെ അനുഗ്രഹം മനസ്സിലാക്കി പിന്നെ അവൻ അത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ നമസ്കരിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതാണ് ആറാമത്തെ കാര്യം, ഫഇന്നഹാ ദാഇയത്തുൻ ഇലാ മഹബ്ബതി, റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഏഴാമതായി പഠിപ്പിക്കുന്ന വഹുവ മിൻ അഅ്ജബിഹ, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, അതാണ് ഏറ്റവും അത്ഭുതകരമായത്, ഇൻകിസാറുൽ ഖൽബി ബികുല്ലിയതിഹി ബൈന യദൈല്ലാഹി തആല, അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു ഒക്കെ മറന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. വലൈസ ഫി തഅബീർ അൻ ഹാദൽ മഅന ഗൈറുൽ അസ്മാഇ, ഒക്കെ മറക്കുക, റബ്ബിന്റെ മുമ്പിലാണ്, ലോകത്തിന്റെ രാജാവിന്റെ മുമ്പിലാണുള്ളത്. ആ റബ്ബിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതിന് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ അവന് ലഭിച്ച അനുഗ്രഹങ്ങൾ അവൻ നോക്കും, അതേപോലെ തന്നെ അവനിൽ നിന്ന് വന്നു പോയ കുറവുകളും അവൻ മനസ്സിലാക്കും, എന്നിട്ട് അവൻ പ്രാർത്ഥിക്കുമെന്നുള്ളതാണ്. ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ദിനേന രാവിലെയും വൈകുന്നേരം ചൊല്ലുന്ന ദിക്റാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കുക, അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇത് രണ്ടും കൂട്ടിക്കൊണ്ട് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് റബ്ബിനോട് പറയാൻ, അബൂഉ ലക ബിനിഅമതിക അലയ്യ, അള്ളാഹുവേ ഞാൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഞാൻ ബോധ്യനാണ്, എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ അവൻ പ്രാർത്ഥിക്കുന്നത് ആദ്യം പറയുന്നത് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ്, അബൂ ഉലക ബിനിഅമതി, നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് എനിക്കറിയാം. പിന്നെ പറയും അബൂ ബിദംബി, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം ലഭിക്കുമെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ മറന്നുകൊണ്ട്, നമ്മൾ ഒരാളെടുത്ത് ഒരു ആവശ്യം ആയി ചെല്ലുമ്പം എത്ര താഴ്ന്നു കൊടുത്ത് നമ്മൾ ഒരു കാര്യം നമ്മൾ ചോദിക്കുക, അതേപോലെ അതിനേക്കാൾ താഴ്മയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണമെന്നാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുക, റബ്ബിന്റെ സ്നേഹം ലഭിക്കാൻ. എട്ടാമതായിട്ട് പറയുന്ന അൽ ഖൽവതു ബിഹി വഖ്ത നുസൂലിൽ ഇലാഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുന്ന ആ സമയത്ത് ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക, റബ്ബിനെ മുനാജാത്ത് ചെയ്യുക. വ തിലാവത്തിൽ ഖുർആൻ പാരായണം ചെയ്യുക, ധാരാളമായി ദിക്ർ ചെല്ലുക എന്ന് പഠിപ്പിക്കുകയാണ്. ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് പറയുന്ന കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രി അവർ കുറച്ച് ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, രാത്രിയുടെ അവസാന ഭാഗം അവർ ഇസ്തിഗ്ഫാർ ചെല്ലുന്നവരായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ അവസാന സുലുസുൽ അഖീർ, രാത്രിയുടെ മൂന്നിൽ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുമെന്നുള്ളതാണ്. യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ, ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുന്ന ചോദിക്കുകയാണ്, മയ്യദ്ഊനി ഫഅസ്തജീബു ലഹ്, എന്നോട് പ്രാർത്ഥിക്കാൻ ആരാണുള്ളത്, ഞാൻ അവൻക്ക് ഉത്തരം നൽകാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മയൊക്കെ സൃഷ്ടിച്ച് ഉടമപ്പെടുത്തി പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ,
ഇറങ്ങി വന്ന് ചോദ്യം, പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ, ഞാൻ ഉത്തരം നൽകാമെന്ന് പറയും. ആ ഒരു സമയത്ത് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച്, ഉറക്ക് മാറ്റി വെച്ച്, നമ്മളൊക്കെ രാത്രി അത്താഴം കഴിക്കാൻ എണീക്കുന്നവരാണ് നോമ്പിനൊക്കെ. അതേപോലെ തന്നെ ഫജറിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് എണീറ്റുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അവിടെ എണീറ്റുകൊണ്ട് 2 റക്അത്ത് 3 റക്അത്ത് നമസ്കരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുന്ന സമയമാണ് നമ്മോട് ചോദിക്കുക എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളത്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പല ആവശ്യങ്ങളുമുണ്ട്. യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യമാണ്. ഏതൊരു കാര്യത്തിനും റബ്ബിന്റെ സഹായം ഒരു വിശ്വാസിക്ക് ആവശ്യമാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അള്ളാഹുവിനാണെങ്കിൽ ഒരാളുടെയും ആവശ്യമില്ല. അതാണ് ഗനി എന്ന അള്ളാഹുവിന്റെ പേര് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുന്ന സമയത്ത് റബ്ബിന് വേണ്ടി ആ സമയം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അഫ്ശുസ് സലാം, നിങ്ങൾ സലാം വർദ്ധിപ്പിക്കണം. വഅത്ഇമു ത്വആം, ഭക്ഷണം നിങ്ങൾ നൽകണം. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ എണീറ്റുകൊണ്ട് നമസ്കരിക്കണം. തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന്. അപ്പം ആ ഒരു സമയം മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് നേരത്തെ ഒന്ന് എണീറ്റുകൊണ്ട് നിസ്കരിക്കുക. അത് നമ്മൾ പരീക്ഷിച്ചു നോക്ക്. ഏറ്റവും അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ തുടങ്ങാൻ, റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഒരു ദിവസം തുടങ്ങും. ആ ദിവസത്തെ ബർക്കത്ത് എത്രയാണ്. ചെയ്യാത്ത ആളുകളുണ്ട് എങ്കിൽ നാളെ മുതൽ നമ്മൾ അതൊന്ന് പരീക്ഷിച്ചു നോക്കുക. ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എത്ര പ്രതിഫലമാണ് രാത്രി നമസ്കാരത്തിനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരെ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം ലഭിക്കാൻ 10ഓളം കാര്യങ്ങൾ പറഞ്ഞെടുത്ത് 8 എണ്ണമാണ് മനസ്സിലാക്കി. 9ാമത്തേതായിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത് മുജാലസത്തുൽ മുഹിബ്ബീന അസ്സാദിഖീൻ, നല്ല ആളുകളുടെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. വൽത്തിഖാതു അതായിബി സമറാത്തി കലാമിഹിം, അവരുടെ സംസാരത്തിൽ നിന്ന് ഏറ്റവും നല്ലത് നമ്മൾ ഉൾക്കൊള്ളുക. കമാ യൻതഖി അതായിബ സമരി വലാ തതകല്ലം ഇല്ലാ ഇദാ തറജ്ജഹത് മസ്ലഹത്തുൽ കലാം. നമ്മളൊരു പഴവർഗ്ഗം വാങ്ങാൻ പോകുന്ന സമയത്ത്, ഫ്രൂട്ട്സ് നമ്മളൊരു കടയിൽ വാങ്ങാൻ പോകുന്ന ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കും നല്ലതാണ് എന്നുള്ളത്. അതേപോലെ ഒരു മജ്ലിസിൽ ഇരുന്നാൽ അവിടെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളത്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പറയാം വലാ തതകല്ലം ഇല്ലാ ഇദാ തറജ്ജഹത് മസ്ലഹത്തുൽ കലാം, വെറുതെ സംസാരിക്കരുത്. എല്ലാവരും ഒന്ന് ഇരിക്കുന്ന സമയത്ത് ഞാനിവിടെ സംസാരിച്ചാൽ ഉപകാരമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അവിടെ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിക്കുക. അപ്പോൾ നല്ല ആളുകളുടെ കൂടെ ഇരിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശീ യുരീദൂന വജ്ഹ. വസ്ബിർ, നീ ക്ഷമിക്കുക. ആരുടെ കൂടെ? മഅല്ലദീന യദ്ഊന റബ്ബഹും, തന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന, റബ്ബിലേക്ക് ദഅവത്ത് നടത്തുന്ന ആളുകൾ. ബിൽഗദാതി വൽഅശീ യുരീദൂന വജ്ഹ, രാവിലെയും വൈകുന്ന റബ്ബിനെ ഓർക്കുന്ന ആളുകൾ, അവരുടെ കൂടെ നിങ്ങൾ ഇരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗലാ സലാസുൻ മാ അഹ്ബബ്തുൽ ഐശ ഫിദ് ദുനിയ, 3 കാര്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ദുനിയാവിൽ ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല. അതിൽ ഒന്നാമത് പറഞ്ഞ അൽ ഗസു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യലാണ്. വമുകാബതതു സആഅതി മിനൽ ലൈൽ, രാത്രിയിൽ നമസ്കരിക്കാൻ വേണ്ടി കുറച്ച് പ്രയാസപ്പെട്ട് എണീക്കുക. വമുജാലസതു അഖ്വാമിൻ യൻതഖൂന അതായിബൽ കലാമി കമാ യൻതഖ അതായിബസ് സമർ, നല്ല ആളുകളുടെ കൂടെ ഇരിക്കുക എന്നുള്ളത്. ആ ഒരു വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സംസാരത്തിൻ്റെ വിഷയത്തിൽ ചില ആളുകളൊക്കെ, ഞാനെല്ലാം പറയും, ആളുകളോടൊക്കെ തുറന്ന് പറയും എന്നുള്ളൊരു സ്വഭാവമുണ്ട്. അത് വിശ്വാസിക്ക് ചേർന്നതല്ല. പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയണം എന്നുള്ളത്. അതേപോലെ എല്ലാത്തിനും കയറി ഒരു അഭിപ്രായം പറയാം, അതും ഒരു വിശ്വാസിക്ക് ചേർന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അവൻ നന്മ പറഞ്ഞുകൊള്ളട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. 10-ാമതായിട്ട് പഠിപ്പിക്കുന്നത് മുബാഅദതു കുല്ലു സബബിൻ യഹൂലു ബൈനൽ ഖൽബി വബൈനല്ലാഹി അസ്സ വജൽ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തെയും അള്ളാഹുവിൽ നിന്നും അകറ്റുന്ന കാര്യങ്ങൾ തൊട്ട് നമ്മൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ എന്താണോ തടയുന്നത് ആ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത്. ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മൊബൈൽ ഫോൺ. നമ്മൾ ഇരുന്നാൽ എത്രയോ സമയം നമ്മൾ അതിൽ ചെലവഴിക്കുന്നുണ്ട്. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് 1/3 സമയം നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ എത്ര ജുസ് നമുക്ക് എത്ര ദിവസം ഓതാം. അതുകൊണ്ട് തന്നെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് തടയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി 10-ാമതായി പഠിപ്പിക്കുന്ന കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ദാസന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവെ, ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക വ ഹുബ്ബ അമലി യുഖർരിബുനാ ഇലാ ഹുബ്ബിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അവരുടെ രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ